ഞാനൊരു കഥ പറയാം. ഫറവോ രാജാവ് ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു. തടിച്ചു കൊഴുത്ത ഐശ്വര്യസമൃദ്ധമായ 7 പശുക്കൾ നൈൽ നദിയിൽ നിന്നും കയറി വരുന്നു. അവയെ 7 മെലിഞ്ഞുണങ്ങിയ പശുക്കൾ കഴിക്കുന്നു. അതുപോലെ നല്ല തടിച്ചു കൊഴുത്ത നല്ല ഐശ്വര്യസമൃദ്ധമായ കറ്റകൾ, അവയെ 7 എണ്ണം, അവയെ 7 മെലിഞ്ഞുണങ്ങിയ കറ്റകൾ ഭക്ഷിക്കുന്നു. ഈ സ്വപ്നത്തിനെ ജോസഫ് വ്യാഖ്യാനിച്ചു. 7 കൊല്ലത്തെ സമൃദ്ധിയും അതിന് ശേഷം വരുന്ന 7 കൊല്ലത്തെ ക്ഷാമവും. ബൈബിളിലൊരു കഥയാണിത്. അതിനനുസരിച്ച് ഫറവോ പ്ലാൻ ചെയ്തു. ഇതുപോലെ തന്നെ ദശരഥ മഹാരാജാവ് സ്വപ്നം കണ്ടതായി പറയുന്നു, തൻ്റെ മരണത്തെ. അതുപോലെ തന്നെ ബുദ്ധൻ്റെ അവതാരമായ ബോധിസത്വൻ്റെ ജനനത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്വപ്നം കണ്ടതായി പറയുന്നു. നമുക്ക് സ്വപ്നങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. അവയുടെ വ്യാഖ്യാനങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഭാവിയെ പ്രവചിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ അനൂപ് വാര്യർ, ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് 3 തരത്തിൽപ്പെട്ട അവസ്ഥകളാണുള്ളത്. അതായത് കോൺഷ്യസ്, അതായത് നമ്മൾ ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥ; സ്വപ്നാവസ്ഥ, സബ് കോൺഷ്യസ് ആയിരിക്കുന്ന അവസ്ഥ; നിദ്ര, ഉറക്കം, അല്ലെങ്കിൽ നമ്മളുടെ അൺകോൺഷ്യസ് ആയിരിക്കുന്ന കോമ സ്റ്റേജൊക്കെ. ഇതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇതിൽ സ്വപ്നത്തെ പറ്റിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്വപ്നം എന്ന് പറയുന്നതിന് സാധാരണ ഉറക്കത്തിന് 2 തരത്തിൽപ്പെട്ട സ്റ്റേജസ് ഉണ്ടെന്ന് പറയുന്നു. ഒന്ന് REM സ്ലീപ്പും മറ്റൊന്ന് NREM സ്ലീപ്പും. 2 സ്ലീപ്പിലും സ്വപ്നം കാണാറുണ്ട്. കോമൺ ആയിട്ട് REM സ്ലീപ്പ്, അതായത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, അതിലാണ് സ്വപ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. അതിലാണുള്ളത്. REM സ്ലീപ്പിലുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കുന്ന സ്വപ്നങ്ങൾ സാധാരണയായിട്ട്. നമ്മളുടെ പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടറുമായിട്ട് ഈ സ്വപ്നത്തിന് വളരെയധികം ബന്ധമുണ്ട്. അതായത് ഇപ്പോൾ കഫപ്രകൃതിയുള്ള ആൾ നല്ല ജലാശയങ്ങൾ, ഹംസങ്ങൾ, താമര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ കാണുന്നു. അവർ വളരെ ധനവാന്മാരായും ഐശ്വര്യസമൃദ്ധന്മാരായിട്ടുള്ള ആളുകളായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്ന് വാദപ്രകൃതിയുള്ള ആളുകൾ. അവർ മുകളിലേക്ക് പർവ്വതത്തിലേക്ക് കയറിപ്പോവുക, അതുപോലെ തന്നെ ആകാശത്തേക്ക് പോവുക, അല്ലെങ്കിൽ പർവ്വതത്തിലേക്ക്, ആകാശത്തിലേക്ക്, മരങ്ങളിലേക്കൊക്കെ കയറി പോകുന്നത് സ്വപ്നം കാണുന്നു. അതൊക്കെ ശരിക്ക് അവർ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ധാരാളം വർത്തമാനം പറയുന്ന ആളുകളും ധാരാളം സുഹൃത്തുക്കളുള്ള ആളുകളുമായിരിക്കും. അതുപോലെ തന്നെയാണ് പിത്തപ്രകൃതിയുള്ള ആളുകൾ. പിത്തപ്രകൃതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന സ്വപ്നങ്ങൾ ജ്യോതിസ് സ്വരൂപങ്ങൾ, അതായത് തീയ്, ഉൽക്ക, സൂര്യൻ, അഗ്നി, മുരിക്ക്, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും സ്വപ്നം കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കും. അവർ എനർജറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള തരത്തിൽപ്പെട്ട ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഇതല്ലാതെ സ്വപ്നങ്ങളെ നമുക്ക് പല തരത്തിൽ തിരിക്കാം. ഒന്ന്, അതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മളുടെ മനസ്സിൻ്റെ ഏതൊക്കെ അവസ്ഥകളിലാണ് സഞ്ചരിക്കുന്നതെന്നനുസരിച്ചാണ് ഈ സ്വപ്നം ഉണ്ടാകുന്നത്. ദൃഷ്ടശ്രുതാനുഭൂതഞ്ച പ്രാർത്ഥിതം കൽപ്പിതന്തജ തഥാ എന്നാണ് ആദ്യത്തെ 5 എണ്ണം. അതിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറയാം. ഈ ദൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ. ശ്രുതം എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങൾ. മറ്റൊന്നാണ് അനുഭൂതം, നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. പ്രാർത്ഥിതം, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ രാജാവണം അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവണം എന്ന് പ്രാർത്ഥിക്കുന്നു. അംബാനിയുടെ മകളെ കല്യാണം കഴിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഈ തരത്തിൽപ്പെട്ട സ്വപ്നത്തിൽപ്പെട്ടതാണ്. കൽപ്പിതം, നമ്മൾ സങ്കല്പിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ സങ്കല്പിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ചൊവ്വയിൽ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളുടെ ഭാവന അനുസരിച്ച് നമ്മൾ സങ്കല്പിക്കുന്ന കാര്യങ്ങളും സ്വപ്നമായി വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒക്കെ സ്വപ്നത്തിനെ സംബന്ധിച്ചിടത്തോളം
വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊന്നും സാധാരണഗതിയിൽ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നൊന്നുമല്ല. എന്നാൽ ഇതിന് പറയുന്ന ഒരു എന്തുകൊണ്ടാണ് സ്വപ്നം കാണുന്നതെന്ന് ചിന്തിച്ചാൽ, നമ്മൾക്ക് രജോ ഗുണഭൂയിഷ്ടമായിട്ടാണ്, നമ്മളുടെ മനസ്സ് രജോ ഗുണത്തിലായിരിക്കും ഈ സ്വപ്നാവസ്ഥയിൽ ഉണ്ടാകുന്നത്. ആ സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത്. മനോവഹ സ്രോതസ് ദോഷങ്ങളാൽ ദുഷിച്ചിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളാണ് ദോഷജമായിട്ടുള്ള സ്വപ്നങ്ങൾ. അതാണ് രോഗത്തിനെ, എപ്രകാരമാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയപ്പെടുന്ന സ്വപ്നങ്ങൾ അത്തരത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പനിയുടെ പൂർവ്വരൂപമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സമയത്തുണ്ടാകുന്ന സ്വപ്നങ്ങൾ, അതുപോലെ ഇപ്പോൾ പ്രേതത്തിനോടൊപ്പം മദ്യപിക്കുക, പട്ടിയടിക്കുക, അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ പനിയിലുണ്ടാകുന്ന സ്വപ്നങ്ങളാണ്. അതുപോലെ റെഡ് കളറായിട്ടുള്ള സംഭവങ്ങളൊക്കെ, ഇപ്പോൾ സ്ത്രീകളെയോ അല്ലെങ്കിൽ റെഡ് കളർ ഡ്രസ്സ് ഇടുന്നതോ ഒക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ രക്തപിത്തം, അതായത് ബ്ലീഡിങ് ഉണ്ടാകുന്ന തരത്തിൽപ്പെട്ട സ്വപ്നങ്ങളായിരിക്കും. അത് രോഗലക്ഷണങ്ങളിൽപ്പെട്ടതോ അല്ലെങ്കിൽ അതിൻ്റെ അസാധ്യ ലക്ഷണങ്ങളിൽപ്പെട്ടതാണിത്. പിന്നെ ഇപ്പോൾ ക്ഷയരോഗം ഉണ്ടാകുന്ന പല സ്വപ്നങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഈ നമ്മളുടെ ഗുൽമരോഗം ഉണ്ടാകുമ്പോൾ, അതുപോലെ കുഷ്ഠമുണ്ടാകുമ്പോൾ ശരിക്കും നമ്മളുടെ നെഞ്ചത്ത് നിന്നൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ താമര വരിക, അങ്ങനെയുള്ളതൊക്കെ സ്വപ്നം കാണുന്നത് ശരിക്കും കുഷ്ഠരോഗത്തിലൊക്കെ ഉണ്ടാകുന്ന സ്വപ്നങ്ങളാണ്. ഇങ്ങനെ പലതരത്തിലും നമ്മൾ സ്വപ്നത്തിനെ അസസ് ചെയ്ത് കഴിയുമ്പോൾ, പ്രമേഹത്തിൽ ഏതെങ്കിലും തരത്തിൽ നെയ്യോ എണ്ണയോ ഒക്കെ പാനം ചെയ്യുന്നതായിട്ടുള്ള സ്വപ്നം കാണുന്നു. ഇതൊക്കെ രോഗാവസ്ഥയിൽ ഉണ്ടാകുന്ന സ്വപ്നങ്ങളാണ്. ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾക്ക് നമ്മളുടെ ഈ ഏത് ദോഷമാണോ അതിനനുസരിച്ച് സ്വപ്നം കാണുന്നു. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഓജസ് ക്ഷയിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു. എൻ്റെ സുഹൃത്തായ ഡോക്ടർ റുബീൻ ഒരു തീസിസ് ചെയ്തതിലുണ്ടായൊരു സ്റ്റഡി ചെയ്തതിൽ കണ്ടെത്തിയ ഒരു കാര്യമാണ്. ഇതിൽ ഓജസ് ആണ് ഇതിൻ്റെ കാരണം. ഈ ഓജസിൻ്റെ ക്ഷയം എന്ന് പറയുന്നത് ഈ രോഗത്തിന് അല്ലെങ്കിൽ രോഗം നമ്മൾക്ക് സ്വപ്നാവസ്ഥയിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയുന്നു. കാരണം ക്ഷയിക്കുന്ന രോഗങ്ങളിലാണ് എപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം മനോവഹ സ്രോതസ്സിൽ ദോഷങ്ങൾ ഈ തരത്തിൽപ്പെട്ടാണ്. ഓജസ് കുറയുമ്പോൾ, അതായത് ബേസിക്കലി പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോൾ നമുക്ക് ധാരാളം സ്വപ്നങ്ങൾ കാണുന്നു, ദുസ്വപ്നങ്ങൾ കാണുന്നു എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് സത്സ്വപ്നങ്ങളെയും ദുസ്വപ്നങ്ങളെ പറ്റിയും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അത് ഒന്ന്, നമ്മളുടെ സത്സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദുസ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ഇപ്പോൾ നമ്മൾ പർവ്വതങ്ങൾ പൊട്ടിത്തകരുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളെ സ്വപ്നം കാണുക, മരിച്ചുപോയ ഡെഡ് ബോഡീസിനെ സ്വപ്നം കാണുക, അവരുമായിട്ട് മദ്യപിക്കുന്ന സ്വപ്നം കാണുക, ഇങ്ങനെ പലതരത്തിൽപ്പെട്ട നമുക്ക് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ കാണുന്ന സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങളായും അത് ഭാവിയിൽ ദുർഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായിട്ട് പറയുന്നു. അതുപോലെ സത്സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ദേവന്മാരെ കാണുന്നു, അല്ലെങ്കിൽ വളരെ നല്ല കാര്യങ്ങൾ കാണുന്നത്. ഇപ്പോൾ നല്ല കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ നല്ല വീടുകളൊക്കെ കാണുന്നു. അതുപോലെ നമുക്ക് നല്ല കാര്യങ്ങൾ കാണുന്നത് സത്ഫലത്തെ പ്രദാനം ചെയ്യുന്നതായിട്ട് പറയുന്നു. സാധാരണ ഈ സ്വപ്നം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളെ അല്പഫലപ്രദാനങ്ങളും, ഈ സ്വപ്നം ഏറ്റവും നല്ല തരത്തിൽ ഫലം പ്രദാനം ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ന സമയത്തുണ്ടാകുന്ന സ്വപ്നങ്ങൾ വളരെ ഫലപ്രദായകവുമാണെന്നാണ് ആയുർവേദം പറയുന്നത്. നമുക്ക് ഇതിൽ ഭാവിജം എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. ഭാവിജം എന്ന് പറയുന്നത് ഭാവിയെ പ്രദാനം ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇതൊക്കെ നമ്മളുടെ നിഗൂഢമായ ചില രഹസ്യങ്ങൾ കൂടിയാണ്. കാരണം ഇത് ശാസ്ത്രത്തിന് ഇതേവരെ ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്താലും ഇതിനെ കൃത്യമായി അപഗ്രഥിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ സ്വപ്നത്തിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു, ചില വാക്കുകൾ കേൾക്കുന്നു, അതുപോലെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ക്ലെയർ വോയിഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്ലെയർ വോയൻസ്, അതായത് നമ്മളിപ്പോൾ ഒരാൾ ഒരാളെ സ്വപ്നം കാണുന്നു, നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നതായി സ്വപ്നം കാണുന്നു, രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇയാൾ മരിച്ചതായി അറിയുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ എംപത്തറ്റിക് ആയിട്ടുള്ളത്. അതായത് നമ്മളൊരു മരണ വീട്ടിൽ പോകുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്വപ്നത്തിൽ ഇവരുടെ ചിന്തകൾ നമ്മൾ അറിയുന്നു. ഇത്തരത്തിൽപ്പെട്ടതൊക്കെ ആണ് നമുക്ക് സാധാരണ പല ആളുകൾക്കും ഉണ്ടാവുന്നതാണിത്. അതുപോലെ ടെലിപ്പതിക്കായിട്ടുള്ള സ്വപ്നങ്ങളെ പറ്റി പറയുന്നു. അത്
നമ്മളുടെ ഒരു സുഹൃത്ത് നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചു എന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഇത് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു ഇയാൾ ഇത് പറയുന്നതായിട്ട്. ചിലപ്പോൾ നമ്മൾ അടുത്ത ദിവസം ചോദിച്ചു കഴിയുമ്പോൾ ഇയാൾക്ക് ഇത് നമ്മളോട് പറയണം എന്നുള്ള ചില കാര്യങ്ങൾ ഇയാൾ പറയാനുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെയാണ് ഡേജാവു എന്ന് പറയുന്നത്. ഡേജാവു അല്ല, ഡേജാറേവു. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ശാസ്ത്രീയമായ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കൃത്യമായി കണ്ടുപിടിക്കാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ശാസ്ത്രം എപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ആയുർവേദ തലത്തിൽ ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽപ്പെട്ട സ്വപ്നങ്ങൾ കാണുന്നത് എന്നുള്ളതിനെപ്പറ്റി ആയുർവേദത്തിൻ്റെ തലത്തിൽ ചിന്തിച്ചാൽ നമുക്ക് 3 തരത്തിൽപ്പെട്ട ശരീരങ്ങളാണ്: സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. ഇതിൽ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതാണ് നമ്മളുടെ സ്വപ്നാവസ്ഥയിൽ ഉണ്ടാകുന്നത്. അതായത് പഞ്ചഭൂതങ്ങളിലെ 4 ഭൂതങ്ങളും മനസ്സും ചേർന്നിട്ടുള്ളത്. ഇതിന് ഏത് തലത്തിലേക്കും സഞ്ചരിക്കാൻ പറ്റുകയും അവയാണ് നമ്മളുടെ ഭാവിയിലേക്കും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഈ സൂക്ഷ്മ ശരീരത്തിന് സഞ്ചരിക്കുന്ന വഴികളിലെ നമുക്ക് ഭാവിയിലുള്ള കാര്യങ്ങളെ ചിലപ്പോൾ സ്വപ്നമായി കാണിക്കുന്നതായി പറയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമത്തിൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞ 3 അവസ്ഥകളെ കൂടാതെ വേദാന്തത്തിലൊക്കെ തുരീയാവസ്ഥ എന്നോടുകൂടി പറയും. ലളിതാ സഹസ്രനാമത്തിൽ 8 അവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്. അതായത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം ഇവ കൂടാതെ ഇതിന് 4 അവസ്ഥകൾ അധികമായിട്ടും. ഈ ജാഗ്രത അവസ്ഥയിൽ വിശ്വരൂപ എന്ന് പറയുന്ന അവസ്ഥ, ഈ സ്വപ്നാവസ്ഥയിൽ ഇത് നമുക്ക് പറയാൻ പറ്റുന്നത് തൈജസാത്മിക എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത്. അതായത് നമ്മൾ സ്വപ്നത്തിൽ അവബോധം ഉണ്ടായിരിക്കുന്ന തലത്തിലേക്ക് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഇതിനെ നമുക്ക് ലൂസിഡ് ഡ്രീംസ് എന്ന് പറയുന്ന തലത്തിൽ നമ്മൾ ചില സ്വപ്നങ്ങളിൽ നമ്മൾ ആ സ്വപ്നത്തിനെ നമ്മൾ നിയന്ത്രിക്കും. പ്രധാനമായിട്ടും ഇത് REM സ്ലീപ്പിലാണ് ഉണ്ടാകുന്നത്. ലൂസിഡ് ഡ്രീംസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സ്വപ്നത്തിനെ നമ്മൾ നിയന്ത്രിക്കും. ഈ സുഖാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ചില അശുഭമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഒരു കുഴിയിലേക്ക് വീഴാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ വേറൊരു വള്ളിയിൽ പിടിച്ചു കയറുന്നതായിട്ട് നമ്മളിത് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നല്ല സ്വപ്നത്തിലേക്കത് മാറ്റുന്നു. കാരണം ഈ നമ്മളുടെ സാധാരണ ഈ അശുഭമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ആങ്സൈറ്റി ഉള്ളപ്പോൾ നമ്മൾ കാണാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് നമ്മളെ കൊണ്ട് ഇത് പ്രോസസ്സ് ചെയ്യിപ്പിക്കുകയാണ്. എങ്ങനെ ഈ പ്രതിസന്ധിയെ നമ്മളെങ്ങനെ നേരിടാമെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ് നമ്മളെ പ്രോസസ്സ് ചെയ്യിപ്പിക്കുന്ന പണിയാണ് ഈ സ്വപ്നത്തിൽ നമുക്ക് അശുഭമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത്. ഇതിൽ നമ്മൾ ശുഭമാവുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ലൂസിഡ് ഡ്രീംസിൽ നമ്മളിതിനെ നയിക്കുന്നതിലൂടെ അതിനെ നമ്മൾ തരണം ചെയ്യാൻ പ്രാപ്തിയാക്കുകയാണ്. അതുകൊണ്ട് അശുഭ സ്വപ്നത്തിന് ശേഷം ഉണ്ടാകുന്ന ശുഭസ്വപ്നം എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്, നല്ല ഭാവിയെ ഉണ്ടാക്കുന്നു. കാരണം നമ്മളിതിനെ മാനേജ് ചെയ്യാൻ പ്രാപ്തനാവുന്നു എന്നാണ് അർത്ഥം. ഇതൊക്കെ കൃത്യമായ തിയറീസിലൂടെ അല്ല പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെ ഇതിന് വേറൊരു കാരണം കൂടെ പറയുന്നത്, നമ്മളുടെ എങ്ങനെ നല്ല സ്വപ്നങ്ങളെ കാണാം എന്ന് പറയുന്നതിനെ പറ്റി ഉള്ള ചർച്ചകളുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം അഥർവവേദത്തിലെ 19-ാം കാണ്ഡത്തിൽ പറയുന്നത് നമ്മൾ ദുസ്വപ്നത്തിനെ പറ്റി തന്നെ ഇതിൽ രാത്രി, ദുസ്വപ്നം, സ്വപ്നാവസ്ഥ എന്നുള്ളതിനെപ്പറ്റി തന്നെ അതിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ചില പ്രാർത്ഥനകളിലൂടെയൊക്കെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് കിടന്നു കഴിഞ്ഞാൽ നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവും അത്രേ. അതുപോലെ നമ്മൾ ഈ നമ്മളുടെ മനസ്സിനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെയൊക്കെ നമുക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവുകയും അത് നല്ല ഭാവി ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കുകയും ചെയ്യും. കാരണം നമ്മൾ പ്രിപ്പയർഡ് ആവും ഏത് പ്രശ്നത്തിനെയും പരിഹരിക്കാൻ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഓജസ്സിനെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഓജോവർദ്ധകങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ കൃമി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. വേം ഉള്ള സമയത്ത് നമുക്ക് ദുസ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വയറ് ശരിയാക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. മറ്റൊന്നാണ് ഇതിൽ ഒരു മഹാപൈശാചിക ഹൃദം എന്ന് പറയുന്നത്, ഇതിൽ നമ്മളൊരു സ്റ്റഡി നടത്തിയിട്ടുള്ളതിൽ നൈറ്റ്മേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്കിത് സഹായിക്കുമെന്ന്
ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഏത് തരത്തിൽ പറഞ്ഞാലും നമ്മളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇന്നും ശാസ്ത്രലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിഗൂഢത തന്നെയാണ്. നമ്മളെല്ലാവരും എല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ കാണാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.